ബന്ധം കാണും. അവരുടെ അമ്മാവന്റെ ഭാര്യ ചെർപ്പളശ്ശേരിയിൽ ആയുർവേദ റിസോർട്ടിലുണ്ട്. അവർ കുറേ നാൾ ഇവിടെ വന്ന് താമസിച്ചിരുന്നു. ഇപ്പം ഉണ്ടാവില്ലെന്ന് അറിഞ്ഞുകൂടാ. അർജുൻ്റെ അമ്മാവന്റെ ഭാര്യ ലത എന്നാ പറ്റണം അവരുടെ പേര്. അവർ കുറേ നാൾ അവിടെ താമസിച്ചിരുന്നു ബാലുവിൻ്റെ വീട്ടിൽ ഇവരുടെ കൂടെ. അപ്പം അന്ന് ചോദിച്ച അന്ന് ഈ തമ്പിയൊക്കെ ആയിട്ട് നമ്മൾക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പം അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അന്ന് പറഞ്ഞത് തമ്പി വിഷ്ണുവൊക്കെ. അറിഞ്ഞൂടാ ഒന്നും. നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക്. പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശമൊന്നുമില്ല. വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവർ കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ വലിയ കോപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാനന്നും പോവുമായിരുന്നു. അവരാണ് കോപ്പറേറ്റ് ചെയ്യാത്തത്. കാരണം ബാലുവിൻ്റെ പൈസ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുള്ള പേടി. അത്ര വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പം ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ, ഇൻഷുറൻസിൻ്റെയൊക്കെ. അത് നമ്മൾ ക്ലെയിം ചെയ്യാനൊന്നും പോയൊന്നുമില്ല. ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, നമുക്കെന്താ ഒബ്ജക്ഷൻ? നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു. അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം, അവർക്ക് കിട്ടിക്കോട്ടെ, നമുക്കതിൽ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര രൂപ കിട്ടി? ഒരു പോളിസി തന്നെയാണ്ട് 1,12,00,000 രൂപ, 22 ലക്ഷം രൂപ മറ്റോ ഒരൊറ്റ പോളിസിയിൽ കിട്ടി. പിന്നെ ഇരട്ടി പൈസയാണല്ലോ ആക്സിഡൻറ്റിന്. അവർക്ക് ഒരുപാട് രൂപ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിവ്. എത്രയുണ്ടെന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല, അറിഞ്ഞും കൂടാ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുമില്ല അവർ. അതിൻ്റെയൊക്കെ പുറകിൽ ഈ വിഷ്ണുവിൻ്റെയൊക്കെ പുറകിൽ നടക്കണമെന്നാണ് പറഞ്ഞത്, പൈസ വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ. കാരണം ഇവർക്ക് ഈ KSF-യിൽ കുറേ രൂപ അടപ്പുണ്ടായിരുന്നു എൻ്റെ. അതൊക്കെ അവനാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്, വിഷ്ണു. ഏതായാലും നമുക്ക് പോയി നമ്മുടെ മോൻ. ഞാൻ അറിഞ്ഞത് വട്ടിയൂർക്കാവ് ഏരിയയിൽ തിട്ടമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ആങ്ങളയുടെ കൂടെയാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു. ഏയ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നമ്മൾ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം വേറെ കോണ്ടാക്ടിന് സ്കോപ്പൊന്നുമില്ലല്ലോ. ഞാൻ പോയില്ലേ, പിന്നെ എന്ത് കാര്യം ഇരിക്കണേ? പിന്നെ അവർക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. കോണ്ടാക്ട് ചെയ്തില്ല. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പറയണം, വിളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ. അതിലൊന്നും താല്പര്യമില്ലായിരിക്കും അവർക്ക്, അതുകൊണ്ട് വിളിച്ചില്ല. ഈ MACT-യുടെ കേസ് നമുക്കൊരു തലവേദനയാണ് കേട്ടോ. ഒരു കാര്യമില്ലാതെ ബാലുവാണ് ഓടിച്ചത്, അതുകൊണ്ട് ഞാൻ 1 കോടി രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവൻ കേസ് കൊടുത്തിപ്പോൾ നമ്മൾ കൂടെ കോടതിയിൽ നമ്മൾ വക്കീലിനെ അയക്കേണ്ട ഗതികേടാണ്. ആ കേസ് ഇങ്ങനെ മാറ്റി വെച്ച് പോവുകയാണേ. പക്ഷെ അങ്ങനെ കേസേ ഇല്ല വാസ്തവത്തിൽ. കോടതിയെ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. എന്ത് ചെയ്യാനോ? ബാലഭാസ്കറിന്റെ പിതാവ് KC ഉണ്ണിയാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴും ഈ അർജുനെക്കുറിച്ചുള്ള സംശയങ്ങൾ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട സംശയം അദ്ദേഹം പലതും ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ അർജുൻ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. കാരണം അർജുനാണ് വാഹനം ഓടിച്ചത്. അത് കാരണം 1.25 കോടി രൂപയോളം നഷ്ടപരിഹാരം തരണം. അർജുനും ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളാണ് എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിരുന്നു. അത് ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ സംശയാസ്പദമായ പല കാര്യങ്ങളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് KC ഉണ്ണി ചൂണ്ടിക്കാട്ടുന്നത്. ബാലുവിന്റെ ഭാര്യയുമായും മറ്റും ഇപ്പോഴും സഹകരണമില്ല, അവർ തങ്ങളെ വന്ന് കാണാറില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. ഈ വിഷയത്തിൽ CBI-യും ഒപ്പം ക്രൈംബ്രാഞ്ചും ഒക്കെ ഒത്തുകളിച്ചു, അല്ലെങ്കിൽ ഈ പ്രതികളുമായി ഒത്തുകളിച്ചു എന്ന ഗുരുതരമായ ആരോപണമുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നതിൽ ഇവരാരും കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ബാലഭാസ്കറിന്റെ അച്ഛൻ ഉന്നയിക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട്ടെ ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആരോപണം
ആരോപണങ്ങളുമുണ്ട്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഒരു രണ്ടാമതും CBI അന്വേഷിച്ചതാണ് ഈ വിഷയം, നമുക്കറിയാം. അവിടെയും വളരെ കൃത്യമായി തന്നെ അവർ തെളിവുകളില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ കഴിഞ്ഞ ഒരു കേസിൽ ഇനി എന്ത് മാർഗമാണ് ഈ അച്ഛന് മുന്നിൽ തെളിയുന്നത്? ഈ അർജുനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ, ഇതിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ സ്വാധീനിക്കുമെന്ന് ഈ പിതാവ് കരുതുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ അർജുൻ വാഹനം ഓടിച്ചിരുന്ന സമയത്ത് അശ്രദ്ധമായും അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലേക്കായിരുന്നു ആദ്യം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് CBIക്ക് ഈ കേസ് കൈമാറിയപ്പോൾ CBI ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പരാമർശിച്ചിരുന്നത്. പിന്നീട് ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ബാലുവിന്റെ അച്ഛൻ, ബാലഭാസ്കറിന്റെ അച്ഛൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിലാണ് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട 2 സംശയങ്ങൾ ഉയർന്നിരുന്നു. ഈ അപകടത്തിൽ എങ്ങനെയാണ് ബാലുവിന് ജീവൻ നഷ്ടപ്പെടുകയും ബാലുവിനും മകൾക്കും ജീവൻ നഷ്ടപ്പെടുകയും നിസ്സാര പരിക്കുകളോടെ അർജുൻ എങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു? അതാണ് പ്രധാനപ്പെട്ട സംശയമായി അന്ന് ഉയർന്നു വന്ന കാര്യം. അതോടൊപ്പം തന്നെ അർജുനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നിരുന്ന, അല്ലെങ്കിൽ ഈ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളായ പ്രകാശൻ തമ്പി, വിഷ്ണു സോമശേഖരം, ഇവരുമൊക്കെയായി ബന്ധപ്പെട്ട് പിന്നീട് ഉയർന്നു വന്ന സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളടക്കം ഈ കേസിൽ തുടരന്വേഷണം നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ, അങ്ങനെ ഉത്തരവിടുന്നതിൽ കോടതിയെ നയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI നടത്തിയിരിക്കുന്ന കണ്ടെത്തലുകളിലും പുതുതായി ഒന്നുമില്ല എന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ ആവർത്തിച്ച് പറയുമ്പോൾ ഇനി നിയമപരമായിട്ട് എന്താണ് ഇതിൽ ബാക്കിയാകുന്നത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്നത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്വർണം പൊട്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന, പെരിന്തൽമണ്ണയിൽ അറസ്റ്റിലായിരിക്കുന്ന സംഘത്തിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനുമുണ്ട് എന്ന കാര്യം നിയമപരമായി തന്നെ അവരുടെ അഡ്വക്കേറ്റ് മുഖേന കൃത്യമായി CBI ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കും. അതിൽ അവർ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ നടത്തുക എന്നറിയാൻ കാത്തിരിക്കുകയാണെന്നാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാലഭാസ്കറിന്റെ ഭാര്യ ഈ അപകടത്തിൽ നിന്ന് വളരെ പരിക്കുകളോടെ രക്ഷപ്പെട്ട ഈ ലക്ഷ്മിയുമായി ഈ അച്ഛനോ ഈ കുടുംബാംഗങ്ങൾക്കോ ഇപ്പോൾ ഒരു ബന്ധവുമില്ല. അവർ തമ്മിൽ ഫോണിൽ പോലും സംസാരിക്കാറില്ല. ഫോൺ വിളിച്ചാൽ എടുക്കുക പോലും ഇല്ലാത്ത ഒരു അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ അപകട മരണത്തിന് ശേഷം പിന്നീട് ഒരുപാട് പണം ഇൻഷുറൻസ് തുകയായി ലഭിച്ചിട്ടുണ്ട്. അത് ലക്ഷ്മിക്കാണ് ലഭിച്ചതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലും ബാലഭാസ്കർ നിരവധി ആളുകൾക്ക് കടം കൊടുത്തതായും ആ വൻ തുകകൾ ലക്ഷ്മിക്ക് തിരികെ കൊടുക്കാമെന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർ അറിയിക്കുകയും ചെയ്തിരുന്നു. ആ പണം ലക്ഷ്മിക്ക് അവർ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും തങ്ങൾക്കൊരു വ്യക്തതയുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 1,30,00,000 രൂപ, അതായത് ഈ വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആയതിനാൽ അർജുന് 1,30,00,000 രൂപ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് തങ്ങളെ അഭിഭാഷകർ ബന്ധപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു വലിയ ഭാരമാണ് ഇപ്പോൾ തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും CBI ഉദ്യോഗസ്ഥരെ നിലവിൽ അർജുന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പെരിന്തൽമണ്ണയിലെ ഈ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അർജുനുള്ള പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി CBI ഉദ്യോഗസ്ഥരെ നിയമപരമായി തന്നെ ആ വിവരങ്ങൾ ധരിപ്പിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം അർജുനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ഭവനഭേദനം, അതോടൊപ്പം ATM കവർച്ച കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അർജുന് പങ്കുണ്ട് എന്ന കാര്യം തങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ അർജുനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഓരോ ആരോപണങ്ങൾ സംബന്ധിച്ച് തെളിവുകളും തങ്ങളുടെ പക്കലില്ല. അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നത് എന്നാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. ഡാനി, നമുക്കറിയാം അർജുന് സമീപകാലത്ത്, കഴിഞ്ഞ ദിവസം അർജുൻ സ്വർണ്ണ തട്ടിപ്പറിക്കലുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു. ഇതിൽ പ്രതികളായ ആളുകളെ കാറിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളുകളിൽ ഒരാൾ അർജുനാണ് എന്ന് പോലീസിന് വ്യക്തമാകുന്നു. കൂടാതെ ഗുരുതരമായ മറ്റു കേസുകൾ കൂടി അർജുന്റെ പേരിലുണ്ട്. ഭവനഭേദനമുണ്ട്, ATM കവർച്ചയുണ്ട്. അപ്പോൾ ഈ അന്വേഷിച്ച 2 സംഘാംഗങ്ങളും, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചും, 3 തരത്തിൽ അന്വേഷണം കഴിഞ്ഞല്ലോ. CBIയുടെ 2 അന്വേഷണം കഴിഞ്ഞു, ഒപ്പം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കഴിഞ്ഞു, നമ്മുടെ പോലീസ് അല്ലാതെ അന്വേഷിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇവരാരും അർജുന്റെ ഈ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചില്ല എന്നാണോ? വീണ്ടും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അർജുൻ പിടിയിലാകുമ്പോൾ ഈ പഴയ കേസിന്റെ ഗൗരവം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകാത്തതിന് പിന്നിൽ ദുരൂഹതകൾ ഉണ്ട് എന്ന ആ അച്ഛന്റെ ആരോപണത്തിൽ കുറച്ചൊക്കെ ഒരു കഴമ്പ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. തീർച്ചയായിട്ടും ഇതിനോടകം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ ചില സംശയങ്ങൾ ബലപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. 2018 സെപ്റ്റംബർ മാസം 25-ാം തീയതി പുലർച്ചെയാണ്
തൃശ്ശൂരിൽ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് കടന്നു വരുന്നതിനിടയിൽ പള്ളിപ്പുറത്ത് വെച്ച് പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിൽ ബാലഭാസ്കറിനും മകൾക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സമയം മുതൽ അവിടെ ഉണ്ടായ ഈ അപകടം ഉണ്ടാകുന്ന സമയം മുതൽ പിന്നീട് ചില മണിക്കൂറുകൾ ഈ പള്ളിപ്പുറത്ത് ചില ദുരൂഹമായ അസ്വാഭാവികമായ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു നേരത്തെ മുതൽ ഉയർന്നു കേട്ടിരുന്നത്. പക്ഷേ അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഏറ്റവും ഒടുവിൽ CBIയും 3 തലത്തിൽ അന്വേഷണം നടന്നു. CBI കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാമത് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി. ആ റിപ്പോർട്ട് കോടതിയിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. അതിലും പുതിയതായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ തന്നെ ആവർത്തിക്കുമ്പോൾ ഇനി നിയമപരമായി എങ്ങനെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന സംശയങ്ങളിൽ വ്യക്തത ഉണ്ടാകും? രാജ്യത്തെ ഏറ്റവും പരമോന്നത ഏജൻസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിൽ അർജുനെതിരെ മറുവശത്ത് ആരോപണങ്ങൾ തന്നെ ഉയരുന്നു. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംശയം ഒരു വശത്ത് ബലപ്പെടുന്നു. പക്ഷേ നിയമപരമായി 3 തരത്തിൽ അന്വേഷണം നടത്തിയിട്ടും പുതുതായി കണ്ടെത്തലുകളൊന്നും ഇല്ലാതെ പോകുന്നതിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ സ്വാധീനമുണ്ട്, CBI ഉദ്യോഗസ്ഥരെ വരെ അവർ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ വ്യക്തമായി മാധ്യമങ്ങളോട് ബാലഭാസ്കറിന്റെ അച്ഛൻ പ്രതികരിക്കുമ്പോൾ അവിടെ വൈകാരികമായ ഒരു പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് ഈ സംശയങ്ങളുടെ ആക്കം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംശയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ അർജുന്റെ അടക്കമുള്ള ഇപ്പോഴത്തെ ഈ വിഷയങ്ങളുടെ ഇടപെടൽ അത് ഒരുപാട് സംശയങ്ങൾക്കിടയാക്കുന്നു. വീണ്ടും കാര്യക്ഷമ അന്വേഷണം വേണം എന്ന